ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന നിരീശ്വരവാദികളും അതുപോലെ തന്നെ ലിബറൽ ചിന്താഗതിക്കാരുമായ ആൾക്കാർ പറഞ്ഞു വെക്കുന്ന വിഷയങ്ങളിൽ അവർക്കിടയിൽ പോയിരുന്ന് അവരെ നേരാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. ഇപ്പോ ഇത്തരം ഇടങ്ങളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, പലപ്പോഴും അവരെ തൃപ്തിപ്പെടുത്താനും അവരെ ബോധ്യപ്പെടുത്താൻ എന്ന പേരിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും അത് ഗുണത്തിലേറെ ഉപദ്രവം ചെയ്യുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ കേരളത്തില് ചില ആളുകളുമായിട്ട് സംവാദങ്ങളും ചർച്ചകളും നടത്തുന്ന ഒരു പണ്ഡിതന് വിശുദ്ധ ഖുർആനിൽ നന്മയായിട്ടൊന്നുമില്ല, ഒരു ബാലരമയിൽ നിന്ന് കിട്ടുന്ന അറിവ് പോലും അതിലില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായിട്ട് ചേർന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു കച്ചവട മാർഗമായി മാറിയ ഒരു ലോകത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ മരണവും മരണാനന്തര ജീവിതവും അത് സങ്കല്പമാണ് എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അദ്ദേഹം വളരെ നിന്ദിച്ച് ഉച്ചഭാവേന സംസാരിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ അത്തരം ഒരു വാക്കുപയോഗിച്ച് മലയാള ഭാഷയിൽ സങ്കല്പം എന്ന വാക്കിന് നമ്മൾ അത് കേൾക്കുന്ന മാത്രയിൽ നമുക്ക് ചിന്തയിലൂടെ കടന്നു പോകുന്ന വളരെ നിസാരമായ ഒരു അർത്ഥവും ഒരു ആശയവും ഉണ്ട്. ആ ആശയത്തെ പുതിയ തലമുറയിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെ മക്കള് ഇതെല്ലാം വെറും സങ്കല്പങ്ങൾ മാത്രമാണ്, എന്തിനാണ് ഇതിന്റെ പിറകില് ഓടുന്നത്, ഇതെല്ലോ ആണോ ദൃഷ്ടാന്തങ്ങള്, ഇതെല്ലോ ആണോ ആയത്തുകൾ എന്ന് എങ്ങനെ ചിന്തിക്കാതിരിക്കുക? അതുകൊണ്ട് വിശുദ്ധ ഖുർആന് കണിശമായിട്ട് പറയുന്ന സംഗതി ഉണ്ട്. സൂറത്ത് അനാമിൽ വൈദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിന ഫഅഇദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി വഇമ്മാ യുൻസിയന്നക ശൈത്വാനു ഫലാ തഖഉദ് ബഅദ ദിക്റ മഅൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ കൂട്ടരോടൊപ്പം ഇരിക്കരുത് എന്നാണ്. അതിനുശേഷം പറയുന്ന ആയത്തും ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് സൂറത്ത് അന്നാമിൽ പറഞ്ഞു പോകുന്നത്. വദറില്ലദീന യഖൂദൂന ഫീ ആയാതിന എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അള്ളാഹു അവർക്ക് മുമ്പിൽ നീ എത്ര ദൃഷ്ടാന്തങ്ങൾ നിരത്തിയാലും വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗത വഹശർനാ അലൈഹിം കുല്ല ശൈഇൻ ഖുബുല, അവരെ മരിച്ചോരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്താൽ പോലും വിശ്വസിക്കൂല എന്നാണ്. മരിച്ചോരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കുക, മലായികത്തിനെ ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുക, എന്നാലും പോലും വിശ്വസിക്കൂല. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇവരെല്ലാവരും വളരെ മൊഞ്ചുള്ള വാക്കുകൾ പറഞ്ഞ് മനുഷ്യരുടെ മനസ്സിൽ വലിതസ്ഖാ ഇലൈഹി അഫ്ഇദത്തുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വലിയർളൗഹു വലിയഖ്തരിഫു മാ ഹും മുഖ്തരിഫൂൻ. ഈ ആളുകളുണ്ടല്ലോ, മൊഞ്ചുള്ള വാക്കുകൾ പറഞ്ഞ് ചന്തള്ള വാക്കുകൾ പറഞ്ഞിട്ട് ആളുകളെ വശീകരിച്ച് നശിപ്പിച്ച് കളയുവര്. അപ്പോ ഈ മൊഞ്ചുള്ള വാക്കുകൾ പറയാൻ നല്ല സുഖാണെന്നേ. ഖുർആന് മൊഞ്ചുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് മനുഷ്യരെ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത ഒന്നിനെങ്ങനെ പറഞ്ഞിട്ട് സുഖിപ്പിക്കല ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ നോക്കൂ, നിങ്ങളെ ചിന്തയെ നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മുഖല്ലിദിന്റെ ഈമാൻ ശരിയാവൂല എന്നാണ് അദ്ദേഹത്തിന്റെ കണിശമായ വാദം. മുഖല്ലിദിന്റെ ഈമാൻ ശരിയാവൂല എന്ന് പറഞ്ഞാൽ എന്താ? മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ കേട്ട് കേൾവിയിൽ നിന്നല്ല ഒരു കാര്യത്തെ നിങ്ങൾ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ പിന്നെ സ്വീകരിക്കേണ്ടത് എന്നാണ്. നമ്മുടെ നാട്ടിൽ പണ്ടത്തെ കാലത്തെല്ലാം പിന്നെ തഖ്ലീദ് പറ്റോ ഇല്ലേ എന്നുള്ള ചർച്ചയിൽ മുമ്പ് നടന്നു പോയിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലെല്ലാവരും മുഖല്ലിദീങ്ങൾ തന്നെ കേട്ടോ. പക്ഷേ അവരെല്ലാം പറഞ്ഞ മുഖല്ലിദ് എന്നുള്ള അതല്ല. നമ്മുടെ നാട്ടിൽ പറഞ്ഞ വളരെ ലോ സ്റ്റേജിലുള്ള ഒരു തഖ്ലീദിനെ കുറിച്ചുള്ള ചർച്ച നമ്മുടെ നാട്ടിൽ നടന്നു. ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ മൊത്തത്തിൽ. അവിടെ ചർച്ച ചെയ്യുന്നത്, അദ്ദേഹം ചർച്ച ചെയ്യുന്ന സംഗതികൾ, മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്യുന്ന പിന്നെ സംഗതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാതെ, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആഴത്തിൽ അറിയാതെ
നിങ്ങൾക്ക് പടച്ചോന്റെ അളമത്ത് ബോധ്യപ്പെടൂല എന്നുള്ളതാണ് അവരിൽ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ഇമാം ഷാഫിയെ പിൻപറ്റി കഴിഞ്ഞാൽ ശരിയാകുവോ, ഇമാം മാലിക്കിനെ പിൻപറ്റിയാൽ ശരിയാകുവോ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പിൻപറ്റിയാൽ ശരിയാകുവോ, അതെല്ലാം സ്വീകാര്യോടെന്നുള്ള ചർച്ച നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. പക്ഷേ മുൻഗാമികളായ പണ്ഡിതന്മാര് ആ തഖ്ലീദിനെ കുറിച്ചല്ല ചർച്ച ചെയ്തത്. അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അളമത്ത് എങ്ങനെയാണ് ബോധ്യപ്പെടുക, അള്ളാഹുവിന്റെ ആ ഗാംഭീര്യത്തെ, അവന്റെ ഇടപെടലിനെ, അവന്റെ കുദറത്തിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുക? അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ മക്കളെ ആ രൂപത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ഒരു മേൽപ്പരപ്പിലത്തോടെ ഇമാം ഷാറാവി പറയുന്നത് പോലെ ഒരു സതഹിയായ ഒരു തഫ്സീറാണ്, ഒരു വിശദീകരണമാണ് നമ്മൾ നടത്തിപ്പോയത്. പുതിയ ലോകത്ത് മാറണം. ഇമാം ഷാറാവിനെ പറയുന്നില്ലേ, ഇങ്ങനെയല്ലാണ് മുമ്പ് വിശദീകരിച്ചത്. അപ്പോ ഓരോ കാലങ്ങളെ മാറുന്നതിനനുസരിച്ച്, മനുഷ്യന്റെ ചിന്താ വളർച്ചക്കനുസരിച്ച്, അവന്റെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് അവന്റെ പഠന നിരീക്ഷണങ്ങൾക്കനുസരിച്ച് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ മനുഷ്യൻ വിശദീകരിക്കുമ്പോൾ അതിനെ വിശദീകരിക്കുന്നതിനനുസരിച്ച്, കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും രഹസ്യമായ കാര്യങ്ങളല്ല. ഇന്ന് മനുഷ്യന് ഇന്നിപ്പോ 8 പ്ലാനറ്റ്സ് ഉണ്ട് എന്ന് മനുഷ്യൻ പറയാണ്. അത് കണ്ടെത്തി. അത് രഹസ്യമല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് മനുഷ്യന് കാണിച്ചു കൊടുക്കുന്ന, വാഗ്ദാനം ചെയ്ത ഒന്നാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, അള്ളാഹു ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചത്തിലേക്ക് അതിസൂക്ഷ്മമായിട്ട് നിരീക്ഷണം നടത്തുന്ന ഏത് മനുഷ്യനാണെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കും. അതിസൂക്ഷ്മമായി നോക്കുന്ന അള്ളാഹ്ക്ക് നമ്മളെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഞങ്ങളെ ഖുർആനിലുണ്ടായിരുന്നു, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഖുർആനിലുണ്ടായിരുന്നു എന്ന് പറയലാണ്. അതായത് നമ്മളെ ഖുർആന് അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയ ഒന്നാണ്. അതില് എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ള, എല്ലാ മനുഷ്യരോടും നേരിട്ടുള്ള അള്ളാഹുവിന്റെ ഖിതാബാണ് ഖുർആൻ എന്ന് പറയുന്നത്. അവിടെ പടച്ചോന് വിവേചനം കാണിക്കാത്തടുത്ത് നമ്മൾ വിവേചനം കൊണ്ടുപോയിട്ട് അങ്ങ് തിരികെ കയറ്റി വെക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ എന്താക്കും? സമൂഹത്തിൽ നിന്ന് വേറിട്ട ഒന്നാക്കിയിട്ട് ഒരു മതവർഗ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഒന്നായിട്ട് നമ്മൾ ഇതിലങ്ങ് വെക്കും. നമ്മൾ ഉണ്ടാക്കിയ കുറെ അപകടങ്ങളാണ് ഇതിലും തന്നെ. അപ്പൊ അതിന്റെ ബേസ് തിരിയാതെ നമ്മൾ ഇതിനെ ചർച്ച ചെയ്തത്. മനുഷ്യരിൽ 2 വിഭാഗം ഉണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. പടച്ചോനെ ഗാഠമായിട്ട് മനസ്സിലാക്കിയവരും അല്ലാത്തവരും, അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്നവരും കീഴ്പ്പെടാത്തവരും ഇതിലുണ്ടാവും. അപ്പൊ ഈ വിഭാഗത്തിലെല്ലാം തന്നെ എല്ലാ പേരും ചുമക്കുന്നവരുണ്ടാകും. പടച്ചോൻക്ക് ഭൂമിയിൽ അവൻ മനുഷ്യൻ വസിക്കുമ്പോൾ, അവൻ ജീവിക്കുമ്പോൾ അവർക്കിടയിൽ അള്ളാഹു ഒരു വേർതിരിവും കൽപ്പിക്കൂല, ഒരു അന്യായവും അനീതിയും അവർക്കിടയിൽ അള്ളാഹു പ്രകടിപ്പിക്കൂല. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ് എന്ന സിഫത്തിനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ അളമത്തിന് തിരിയാത്ത പോയതാണ് നമ്മളെ പ്രശ്നങ്ങൾ. നമ്മൾ ഇതിനെല്ലാം കൊണ്ടുപോയിട്ട് ഓൻ കണ്ടുപിടിച്ചത് അത് ഞങ്ങളെ ഖുർആനിൽ അന്ന് ഉണ്ടായത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് പറയാം. അപ്പൊ തെറ്റായിട്ട് വാക്കുകൾ ഉപയോഗിക്കും. ഇപ്പൊ ദൃഷ്ടാന്തങ്ങളെ ഈ പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് മനുഷ്യനെ വാതിൽ തുറന്നു കൊടുക്കുക എന്നുള്ളത് അത് അള്ളാഹു ഏറ്റൊരു സംഗതിയാണ്. പഠിക്കുന്ന ആർക്കും, പേനക്ക് പിടിക്കുന്നവർ ആർക്കും. അതുകൊണ്ട് അബുൽ ഹസൻ അലി നദവി ഖുർആൻ ഏക്ക് മുഅ്ജിസാന ഉസ്ലൂബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഉറുദുവിലുള്ള പുസ്തകം, അതില് മൗലാന പറയുന്നുണ്ട്, അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ ആദ്യം ലോകത്തെ കേൾപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് പടച്ചോന്റെ നാമങ്ങൾ നിങ്ങൾ ഉരുവിടണം. കാരണം അത്രയും ബലിഷ്ഠമായ ഒന്നാണ് ഈ പ്രപഞ്ചം. അപ്പൊ നിങ്ങളിൽ നിന്ന് തുടങ്ങൂ, എന്നിട്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കൂ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അപ്പൊ മനുഷ്യരിൽ ആര് ചിന്തിച്ചാൽ, ഇഖ്റ എന്ന് പറഞ്ഞത് ഏതെങ്കിലും വിഭാഗത്തോട് വായിക്കാനാണോ പറഞ്ഞത്? പടച്ചവർക്ക് ജാതിയും അതൊന്നുമില്ല, മനുഷ്യനോട് വായിക്കാനാണ് പറഞ്ഞത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ. ഇന്നലെ വായനാ ദിനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഇഖ്റ ബിസ്മി റബ്ബിക്, ഇഖ്റ എന്ന് പറയുമ്പോൾ നമ്മളോട് വായിക്കാൻ അള്ളാഹു പറയുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പടച്ചോന് അവന്റെ സൃഷ്ടികളോട് പറയണേ. മുഹമ്മദ് റസൂലുള്ള മനുഷ്യർക്ക്, അതാണ് നമ്മൾ ബേസ് മുഴുവൻ തെറ്റിച്ചളഞ്ഞു. അതിന്റെ ഒരു ഉസൂലുണ്ട്, ഒരു ആ ഉസൂലിനെ തെറ്റിച്ചിട്ടാണ് നമ്മൾ അർത്ഥം പറഞ്ഞത്. അവിടെയാണ് മറ്റുള്ളവർക്ക് തിരിയാതെ പോണതേ. റസൂലുള്ള ഇഖ്റ എന്ന് പറഞ്ഞ ആരോടാണ്?
ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരോടാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ള വചനാണ്, അത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കുള്ളതാണ്. അവിടെ എന്തിനാണ് ഈ മതവർഗവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നത്? അങ്ങനെ നമ്മൾ മാറിയപ്പോൾ പടച്ചോനെ തിരിയാത്ത സമൂഹം ഉണ്ടായതിൽ അവരെന്തിനാ കുറ്റം പറയുന്നത്? പ്രവാചകൻ ഒരു വിഭാഗത്തിന്റെ പിന്നെ നായകനാണ് എന്ന് വലിയ ചിന്തകരായ മനുഷ്യർ പോലും വിശ്വസിക്കുമ്പോൾ അവരെന്തിനാ കുറ്റം പറയണത്? ഞാൻ എൻ്റെ സുഹൃത്ത് ഇജാസ് സാഹിബ്, ഞങ്ങള് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ നാട്ടിലുള്ള സമയത്ത് ഒരു പ്രഭാഷകനായ, മലയാളം വളരെ ശുദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ പോയി കണ്ടു. പല സാഹിത്യകാരന്മാരുമായിട്ട് കൂടിയിരിക്കുന്ന, പല പുതിയ പുസ്തകങ്ങളും വായിച്ചിട്ട് അതിനെ അവലോകനം ചെയ്യുന്ന, വളരെ ഡെപ്ത് നോളജ് ഉള്ള, മലയാളത്തിൽ നോളജ് ഉള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ 1 മണിക്കൂറിലേറെ ഞങ്ങൾ ചിലവഴിച്ചു. വളരെ നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് പോലും ഈ വിവരമില്ല. നമ്മള് അദ്ദേഹത്തിന്റെ സംസാരം ഒരു 3/4 മണിക്കൂർ കേട്ടിരുന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളെയും ഖുർആനുമായിട്ട് ബന്ധിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഉണ്ടോന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തിനാണ് ഈ കുറ്റം പറയണത്? കാരണം അവര് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു വിഭാഗത്തിൻ്റെതാണ്, ഞങ്ങളുടേതാണെന്ന് നിരന്തരം പറയുമ്പോൾ അത് അവരുടേതാണ് എന്ന തോന്നലിലാണ് അത് വായിക്കുന്നത്. ഞങ്ങൾക്ക് ബാധകമല്ല എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അതിനവർ കൈകാര്യം ചെയ്യുന്നത്. പടച്ചോന് ജാതിക്കപ്പുറം, മതങ്ങൾക്കപ്പുറം മനുഷ്യനൊരു അച്ഛന്റെയും ഒരു അമ്മന്റെയും മക്കളാണെന്നും നിങ്ങൾക്കിടയിൽ ഒരു വേർതിരിവുമില്ല എന്നും, കുല്ലുക്കുമ്മിൻ ആദം വ ആദമുമിൻ തുറാബ് എന്ന് പറഞ്ഞ് മനുഷ്യൻ എന്ന് പറയുന്ന സ്ഥാനത്തെ, അവന്റെ അസ്തിത്വത്തെ, അവന്റെ ഗർഭാശയ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ച് മനുഷ്യബോധത്തെ നങ്കുരിപ്പിക്കുന്ന മഹാമാനവിക ദർശനത്തെ മതവാദത്തിന്റെയും വർഗവാദത്തിന്റെയും ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കിട്ടി. അപ്പോ ചിന്തകരെന്ന് പറയുന്ന, നല്ല പ്രഭാഷകരെന്ന് പറയുന്ന, വായനാശീലമുള്ള ഒരു ജനതക്ക് പോലും, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു ദുരന്തം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇത് ഒരു വിഭാഗത്തിൻ്റെതാണ് എന്ന ഉറച്ച ബോധത്തിലേക്ക് മാറ്റപ്പെട്ടു. വലിയൊരു സമൂഹം ഇത് ഞങ്ങളുടേതാണെന്ന് നിരന്തരം പറയുകയും ചെയ്തു. അപ്പൊ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കണമെന്ന് ഒരു റസൂൽ, ഒരു പ്രവാചകൻ പറയുമ്പോൾ ആ പ്രവാചകൻ ആരായിരുന്നു? ആ പ്രവാചകനോടുള്ള പടച്ചോന്റെ ഖിതാബ് എന്താണ്? ഖുൽ നബിയെ അങ്ങ് പറയണം, യാ അയ്യുഹന്നാസ്, മനുഷ്യ കുലമേ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവനുമായി വന്ന പ്രവാചകനാണ്. മനുഷ്യ കുടുംബത്തിലേക്ക് വന്ന പ്രവാചകന്റെ പ്രഖ്യാപനങ്ങളെ എങ്ങനെയാണ് വർഗബോധത്തിന്റെ ആശയങ്ങളായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുക?